ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ക്യാമ്പിൻ്റെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷപ്പായി റെഡിയൊക്കെ ആയി എന്നിട്ടൊരു കോഫി ഉണ്ടാക്കി കുടിക്കുവാണ്. പിന്നെ വീട്ടിലാരും ഇല്ല, പേരൻസ് ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, അവരെ കൂട്ടാൻ പോയിരിക്കും. പിന്നെ ഡേ 2 ആയതുകൊണ്ട് ഇന്ന് ഹൗസ് വിസിറ്റ്സ് ആണ്. അപ്പോൾ കളർ ഡ്രസ്സ് ഇടാമെന്ന് പെർമിഷൻ തന്നതുകൊണ്ട് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡിയായി കേട്ടോ. അപ്പോൾ ഫുള്ളൊന്ന് ചെക്കാക്കി പിന്നെ ഏപ്രോണൊക്കെ ഇട്ടിട്ട് റെഡി ആവുകയാണ്. ഏപ്രോൺ ഇല്ലാതെ അറിയാമല്ലോ, നമുക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റില്ല. സോ ഏപ്രോണൊക്കെ ഇട്ട് ഫുള്ളൊന്ന് റെഡി ആവുകയാണ് ഇപ്പം. പിന്നെ ഹസ്ബൻഡിനെ കൂട്ടാൻ എനിക്കും പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, പോകാൻ പറ്റില്ല. കാരണം ഡ്യൂട്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന ടൈമിൽ നമുക്ക് ലീവ് എടുക്കാൻ പറ്റും. അങ്ങനെ റെഡിയായി ഇറങ്ങി കേട്ടോ. വീട്ടിൻ്റെ അടുത്തേക്ക് വണ്ടി വരും, അപ്പോൾ കാർ വന്ന് പിക്ക് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഹെൽത്ത് കെയർ മാം ഉണ്ടായിട്ടോ കൂടെ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ക്യാമ്പിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഹൗസ് വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് സർവേ ചെയ്യണം, കുട്ടികൾക്ക് പോലും ഇട്ടിനോ ഇല്ലെന്ന് ഒക്കെ റീച്ചൊക്കെ ചെയ്യേണ്ടതാണ് ഹൗസ് വിസിറ്റ്സ്. ഇട്ടിനോ ഇല്ല എന്നൊക്കെ നോക്കി ഡോക്യുമെൻ്റ് ഫില്ല് ചെയ്തു. ഫോമൊക്കെ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ആളുള്ളത് കൊണ്ട് 2 ടീമായി തിരിച്ചു. ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു ഭാഗത്തേക്ക് വന്നു, ഹെൽത്ത് കെയർ മാമും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി മറ്റൊരു ഭാഗത്ത് പോയി. അങ്ങനെ ഫുൾ സർവേ ഒക്കെ നടത്തിയിട്ട് ബാക്ക് ടു ക്യാമ്പിലേക്ക് വന്നിട്ടോ, അംഗൻവാടിയിൽ. അപ്പോൾ ഇന്ന് മൺഡേ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചേരം കുട്ടികളോടൊക്കെ കളിച്ച് അവരുടെ കളിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അറിയാമല്ലോ, കുട്ടികളുടെ കളി കണ്ടിരുന്നാൽ പിന്നെ ടൈം പോകുന്നത് അറിയില്ല. അങ്ങനെ നമ്മളെ ടൈമൊക്കെ ആയി റിട്ടേൺ ബാക്ക് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ വീട്ടിലേക്ക് വന്നു. പിന്നെ എൻ്റെ ബേബി, മൈ ക്യാറ്റ്, അപ്പോൾ അവളുടെ കൂടെ കുറച്ച് നേരം പുറത്തുനിന്ന് കളിച്ചു. എന്നിട്ട് വന്നിട്ട് ആദ്യം ചെയ്തത് ഫുഡ് ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ രാവിലെ ഒരു കോഫി കുടിച്ചിട്ട് പോയതാണ്. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ മുഖത്തൊരു ചെറിയ ബ്ലഷിങ് കാണുന്നത് ഒബ്വിയസ്ലി ഹസ്ബൻഡ് വരുന്നത് കൊണ്ടാട്ടോ. പിന്നെ പോയി കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു സ്കിൻ കെയർ റെഡി ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലിപ്സിന് ഞാൻ അധികം തേക്കാറ് വാസ്ലിൻ കേട്ടോ. അപ്പോൾ ലിപ് ബാമായിട്ട് ഞാൻ യൂസ് ചെയ്യാറ്. അങ്ങനെ വാസ്ലിനൊക്കെ തേച്ചു, ഒരു മോയ്സ്ചറൈസർ ഇട്ടു. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് എന്നിട്ട് ഒരു ഫേസ് ക്രീം, ഞാൻ നോർമൽ യൂസ് ആക്കുന്ന ഫേസ് ക്രീം ഇട്ട് കൊടുത്തിട്ടോ. ഫേസ് ക്രീമൊക്കെ ഇട്ട് ഞാൻ അധികം മേക്കപ്പ് ആയിട്ടൊന്നല്ല, ജസ്റ്റ് ഒന്ന് ഫേസ് പ്രിപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫേസ് ക്രീമൊക്കെ ഇട്ടു. പിന്നെ ചെറിയൊരു ടയർഡ്നെസ് ഒബ്വിയസ്ലി ഉണ്ട്, കാരണം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണല്ലോ, അതുകൊണ്ട്. പിന്നെ ഒരു ടിൻറ്റഡ് ലിപ് ബാമാണ് കേട്ടോ ഇടുന്നത്. ലിപ്സ്റ്റിക്ക് ഇടാൻ പ്ലാൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ചെറിയൊരു ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്തായാലും മിസ് ചെയ്യാത്തൊരു കാര്യമാണ്, ദറ്റ് ഈസ് ചീക്ക് ടിൻറ്റ്, ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റാണിത്. അപ്പോൾ അങ്ങനെ ഒരു ബ്ലഷ് എന്ന രീതിക്ക് ഒരു ചീക്ക് ടിൻറ്റ് ഇട്ട് കൊടുത്തത്. ഞാൻ ബ്ലഷ് അധികം യൂസ് ചെയ്യാറില്ല, ബട്ട് ചീക്ക് ടിൻറ്റ് യൂസ് ചെയ്യുക, അതാകുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുമല്ലോ. പിന്നെ ഒരു നോർമൽ ഫേസ് പൗഡർ വെച്ചിട്ട് ഫേസ് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ഔട്ട്ലൈൻ മാത്രം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഔട്ട്ലൈൻ ചെയ്തിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും ഒരു നല്ല ലുക്ക് കിട്ടും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.